കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഷാനിദ് മരിക്കാനിടയായ MDMA പോലീസ് കണ്ടെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. എനിക്കിപ്പോൾ ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. ഒപ്പം തന്നെ ഈ ലഹരിക്കെതിരെ പോരാടുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഷാനിദിനെ ഇവിടെ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഷാനിദ് മുൻപും വേറെ കേസുകളിൽ പ്രതിയാണെന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഷാനിദ് മയക്കുമരുന്നിന്റെയും സിന്തറ്റിക് ലഹരിയുടെയും ഇരയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൽ ഉടനീളം സിന്തറ്റിക് ലഹരികൾ വ്യാപകമായതുപോലെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലും സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം അതിരൂക്ഷമാണ്. സിന്തറ്റിക് ലഹരി MDMA ആവശ്യമുള്ള ഒരാൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ MDMA കിട്ടാനുള്ള സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലുമുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പൊതുപ്രവർത്തകരും മഹല്ല് കമ്മിറ്റിയും ഇവിടുത്തെ വാർഡ് ജാഗ്രതാ സമിതികളും ഇടപെട്ട് കുറച്ച് യുവാക്കളെ ഇതിൽ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെയൊക്കെ ഭാഗമായി തന്നെ യുവാക്കളുടെ നേതൃത്വത്തിൽ നാളെ ഇവിടെ ഒരു ഇഫ്താർ സ്നേഹസംഗമം കൂടി നടക്കാനുള്ള ഒരു നാടാണിത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി പോലീസ് ഇടപെടുന്നുണ്ട്. പോലീസ് കുറെ കൂടി കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരിക്കാനും കൊല്ലപ്പെടാനുമുള്ള സാഹചര്യമാണ്. സുബൈദ ഉമ്മയെ നമ്മളാരും മറന്നിട്ടില്ല. മകൻ വെട്ടിക്കൊന്ന ഇവിടുന്ന് മിനിറ്റുകളെ പോകാനുള്ള പുതുപ്പാടി 8 ഏക്കർ ചമല് അനിയൻ ഏട്ടനെ വെട്ടിയത് ഇവിടുന്ന് കുറച്ചു പോകാനേ ഉള്ളൂ. താമരശ്ശേരിയിൽ സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് നിങ്ങൾ ഇതിനെതിരെ പോരാടുന്നുണ്ടല്ലേ? ഇവിടെ ആളുകൾ കാലമായി പോരാടുകയും ഇവിടെയുള്ള പൊതുപ്രവർത്തകരും ജാഗ്രതാ സമിതിയും ഒക്കെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ ക്രിയാത്മകമായ പോലീസ് ഇടപെടുന്നില്ല എന്നല്ല, കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇനിയും ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ വാനിഷായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഷാനിദിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മയക്കുമരുന്ന് അവന്റെ കയ്യിൽ നിന്ന് പോലീസ് പിടിക്കുന്നുള്ള ഘട്ടത്തിൽ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം രൂപത്തിലേക്കൊക്കെ ആളുകൾ ഇതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കി. അത് നിരന്തരമായിട്ട് ഇതിന് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. നമ്മളൊന്നും ഇപ്പോൾ ചെറിയൊരു മക്കളായത് കാരണം അവിടെ നേരിട്ട് പരിചയമില്ല. പിന്നെ ആളിവിടുത്തെ സ്ഥിരതാമസക്കാരനുമല്ല. എപ്പോഴേലും വരുന്നു, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാനിത് പറഞ്ഞ പോലെ തന്നെ സമിതികളും എല്ലാ വീടുകളിലും ഇവിടുത്തെ മാലിന്യ കമ്മിറ്റി ഓരോ വീടുകളിലും കയറി വിശദമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അവിടെ ആമ്പിള്ളേരുള്ള വീട്ടിലൊക്കെ കയറിയിട്ട് ഞങ്ങളിത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു. അത് കാരണം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് കുറച്ച് ആ സമയത്തൊക്കെ അവര് കുറച്ച് ആളുകളൊക്കെ നിന്ന് വിട്ടുപോയിട്ടും കുറെ ആളുകളൊക്കെ മാറി നിന്നിട്ടും പിന്നെ ഇവിടുന്ന് കുറെ കുറവുകളുണ്ടായിരുന്നു ഈ കാര്യങ്ങളിൽ. പിന്നെ ഇപ്പൊ ഈയിടെ വെച്ച് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അവർ മുന്നോട്ട് വന്നു. അതാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ പോലീസും എക്സൈസും ഒക്കെ ഇടപെടുന്നുണ്ട്. പക്ഷെ പോരാ, ഇനിയും ഇടപെടൽ വേണം. കാരണം നിങ്ങളൊരു ഇടപെടൽ വേണം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹബ്ബ് പോലെയാണ് ഈ ഏരിയ ഉണ്ടായിരുന്നത്. അതാണ് ഒരു മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബ് മോഡലായി പോയി. അതാണ് നമ്മൾ വലിയ താമരശ്ശേരി മേഖലയൊക്കെ. അതെ, ഒരു സംശയമില്ല. ഇവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ കാണുന്നത് ഞാൻ വേറൊരു നാട്ടുകാരനാണ്. പക്ഷെ ഇവിടെ കുറച്ചായിട്ടുള്ളൂ ഇവിടെ താമസിക്കുന്നത്. എന്റെ നാട്ടിനേക്കാളും കൂടുതൽ ഗ്രാമപ്രദേശമായിട്ട് ഈ ഗ്രാമപ്രദേശത്തിൽ ഇത്ര വലിയൊരു മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബ് പോലെ ഇവിടെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മള് മാനസികമായിട്ട് പേടിച്ചാണ്. കാരണം പ്രായപൂർത്തിയായ 2 മക്കളുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്കും പേടിയാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നമ്മള് വളരെ പേടിച്ചാണ് നിൽക്കുന്നത് സത്യത്തില്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. മക്കൾ ഏത് സമയത്താണോ മറ്റൊരാളുമായിട്ട് ചങ്ങാത്തം കൂടി അതിനകത്ത് പെടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ മാനസികമായിട്ട് നമ്മൾ നല്ല വിഷമത്തിലുമാണ്, ബേജാറിലുമാണ്. നമ്മൾ പരിചയമുള്ള മക്കളാണ് ഇങ്ങനെ പല നല്ലതല്ലാത്ത രീതിയിൽ പോകുന്നത് കാണുമ്പോൾ നമുക്ക് പറ്റാവുന്നവരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, മോനെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പുറത്തുനിന്ന് ആള് വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാരണം ഒരു ഗതിയും ഇല്ലാത്തവൻ ഒരു ലക്ഷറി വണ്ടിയിലൊക്കെ വന്നിട്ട് ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന വരുമാനങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാം. 1000 രൂപ കിട്ടിയാൽ 1000 രൂപയാണല്ലോ, ഒരു മാസത്തിന് 30,000 അല്ലേ കാണൂ. ഇവൻ 10 ലക്ഷം 15 ലക്ഷം രൂപയുടെ വണ്ടി കൊണ്ടൊക്കെ ഇന്നൊരു പണിയില്ലാണ്ട് നടക്കുന്ന വരുന്നു, വേറെ വണ്ടി കയറി പോകുന്നു, അടുത്ത വണ്ടി വരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് അവരെ പിടിച്ചു എന്ന് പറയുന്നു കേൾക്കാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞങ്ങളെ കാണുന്നുണ്ട് കുറെ. പക്ഷെ പറ്റാവുന്നവരോടൊക്കെ പറയും, അല്ലാത്തവരോട് പിന്നെന്ത് ചെയ്യാനാ.
വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതി. നിങ്ങൾക്കിത് ഇവിടെ ഇങ്ങനെ പറയുന്ന സമയത്ത്, അതായത് ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഉപദ്രവമോ അല്ലെങ്കിൽ ഭീഷണി അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് ഇല്ലാത്തൊരു സംഗതി പറയരുതല്ലോ, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ജാഗ്രത സമിതിയും അതുപോലെ തന്നെ നാട്ടുകാരുടെ ജാഗ്രത കുറച്ച് അധികമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഭീഷണിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഒരു ചെറുപ്പക്കാരൻ സിന്തറ്റിക് ലഹരിയുടെ അടിമയായിട്ട് മരിക്കുക എന്നുള്ളത്, കൊല്ലപ്പെടുക എന്നുള്ളത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, വളരെ വേദനാജനകമായിട്ടുള്ള സംഭവം. നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പോക്കാണ്. നിങ്ങൾ ഇനിയിപ്പം ഈ ക്യാമ്പയിൻ ഉണ്ട് ഓൾറെഡി താമരശ്ശേരി, നമുക്കറിയാം താമരശ്ശേരിയിൽ വലിയ മാർച്ചും ഒക്കെ നിങ്ങൾ നടത്തുന്നതാണ്. ഇന്നലെ കൂടി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു, അതിനു മുൻപ് യൂത്ത് ലീഗിന്റേത് ഉണ്ടായിരുന്നു, ഡിവൈഎഫ്ഐയുടെ നടക്കാനുണ്ട്. ഇനി കൂടുതൽ ശക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം ഇത്രയും പോരാടിയിട്ട് പോലും നമുക്ക് ഇപ്പോഴും നാട്ടിൽ സുലഭം എന്ന് പറയുമ്പോഴേ ഇതിന് നാട്ടിലെ ജാഗ്രത സമിതികൾ ആക്റ്റീവായതുകൊണ്ട് കാര്യമില്ല. ലോ എൻഫോഴ്സ് ചെയ്യണ്ടേ, പോലീസും എക്സൈസും ആക്ട് ചെയ്യണം. അവര് പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല, ഇപ്പോഴും പോലീസാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഉറവിടം കണ്ടെത്തി, ഇപ്പൊ ഷാനിദ് ഇരയാണ്, ഷാനിദ് സിന്തറ്റിക് ലഹരിയുടെ MDMA ഇരയാണ്. പക്ഷെ ഇതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ഒരു കാലഘട്ടത്തും ഇതിനെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ക്രിയാത്മകമായ നടപടികൾ അത്തരത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ ഇവിടുത്തെ യുവാക്കള് ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം എന്ന നിലയിൽ കൂടി നാളെ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള നാടുകൾ ഒരു ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ക്രിയാത്മകമായി ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, പോലീസ് എക്സൈസ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഇതാണ് അവർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാലമായിട്ട് ഇതിനെതിരെ പോരാടുന്നുണ്ട്. അതുകൊണ്ട് കുറേയേറെ മാറ്റം ഉണ്ടാക്കാൻ നാടിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷം പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അതിനിടപെടേണ്ടത് പോലീസും എക്സൈസും ഒക്കെയാണ്. കൃത്യമായുള്ള രീതിയിൽ അതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഇതേപോലെ തന്നെയുള്ള മരണങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ അമ്പായത്തോടെ നാട്ടുകാർ പറയുന്നത്. അൻഡൂപ് ചീക്കോട്ടിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.